രാവിലെ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന കരിവാട്, അതായത് ഉണക്കമീൻ, അതാണ് ഇവിടെ കരിവാടെന്ന് പറയും കേട്ടോ. നമ്മളിങ്ങനെ ഉണക്കമീനെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സവോള കുനുകുനാന്ന് നല്ല നൈസായിട്ട് നീളത്തിലരിയണം കേട്ടോ. എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കാരണം ഈ സവാള ഇല്ല, പക്ഷേ കരിവാടിൽ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് നോക്കിയിട്ട് അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളിൽ എൻ്റെ ഓർമ്മ നിൽക്കുന്ന ഒരു ഐറ്റമാണിത്. ഭയങ്കര ടേസ്റ്റിയാണ്, നിങ്ങൾ ട്രൈ ചെയ്യണേ. പിന്നെ ഞാനത് ഫ്രിഡ്ജിലോട്ടാക്കി. എന്നിട്ട് റെഡി ആവുകയാണ്. അവൻ ഒട്ടും റെഡിയാകാൻ സമ്മതിക്കണില്ല. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇടുന്നുണ്ട്, മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്, പിന്നെ ലിപ് ബാം, ലിപ്സ്റ്റിക്ക് ഇത്ര തന്നെയാണ് കേട്ടോ. ലിപ് ബാം ഞാൻ പറഞ്ഞുതരാം ഏതെന്ന്. വാസലിൻ്റെയാണ്. നല്ല ലിപ് ബാമാണ് ഗൈസ്. എനിക്ക് ചുണ്ടാണെങ്കിൽ ഭയങ്കര വെണ്ട് കീറിയും ഭയങ്കര വരണ്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ വേറൊരു കളർ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ രണ്ടും സൂപ്പറാണ്, രണ്ടും നല്ല വേർത്താണ്. ഇതാണെങ്കിൽ കുറച്ചൊരു ടിൻ്റുണ്ട്, ആ ഒരു പിങ്കിൻ്റെ. അപ്പോൾ പിന്നെ നമ്മൾ റെഡിയായി പോവേണേ. യാത്ര കുറച്ച് ദൂരമായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ ഒരു 10:30 പോയി. എന്നിട്ട് നമ്മൾ 2 മണിയായി വന്നപ്പം കേട്ടോ, തിരിച്ച് വന്നപ്പോൾ. അത്രയും സമയമുണ്ട്. പക്ഷെ ഞാൻ വേറെ വീഡിയോസൊന്നും എടുത്തില്ല. ആകെ ടയേർഡായിരുന്നു കേട്ടോ അന്ന്. പിന്നെ അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. പോയിട്ട് വന്നപ്പം ഒരു കപ്പയ്ക്ക് ഞാൻ വെളിയിലെടുത്ത് വെച്ചിരുന്നു. ഈ കപ്പയ്ക്ക് കണ്ടാൽ മാങ്ങയുടെ ഒരു കണ്ടോ, അരിഞ്ഞപ്പോഴേ മാങ്ങ പോലെ എനിക്ക് തോന്നി. ഇത്രയും വലിപ്പമുള്ള മാങ്ങകളില്ല. എനിക്ക് കൊതിയായി കേട്ടോ ഒരു മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ, പഴുത്ത മാങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് അരിഞ്ഞപ്പോഴും കണ്ടപ്പോഴും ഒരു ഉണ്ട മാങ്ങ പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കപ്പയ്ക്ക് അരിയാണ്. പക്ഷേ ഈ കപ്പയ്ക്ക് അരിയണ ഞാൻ അത്ര ഒരു ഇതല്ല കേട്ടോ. ഫുള്ളും അതിൻ്റെ കപ്പയ്ക്ക ഫുള്ളും ആ തൊലി കൂടെ ഇങ്ങ് വന്നു കേട്ടോ. കേട്ടോ ഒരു മാങ്ങയുടെ ഇതില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പം കൊതി വരണം മാങ്ങ കഴിക്കാൻ. കപ്പയ്ക്കയെ മാങ്ങയെന്ന് വിചാരിച്ചങ്ങ് അരി, അത്ര തന്നെ. പിന്നെ ഞാൻ അതൊക്കെ അരിഞ്ഞു. ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചില കപ്പയ്ക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഒട്ടും കുളത്തിലായിരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ കൊള്ളായിരുന്നേ. പിന്നെ നമ്മൾ പണ്ടുള്ള ഈ കുരുക്കളുള്ള കപ്പയ്ക്കയിൽ അത് പക്ഷേ യഥാർത്ഥത്തിൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പം വരുന്നതൊന്നും അത്ര പോരാ. ഇവിടെ നിന്നൊക്കെ വരുന്നതെന്ന് ആർക്കറിയാം. ഇതിപ്പം ഫുള്ളും ഞാനല്ല കഴിക്കണം കേട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. അവരെല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം കപ്പയ്ക്ക കൊടുത്തിട്ട് എനിക്ക് മീൻ വറുക്കണമല്ലോ. നമ്മൾ രാവിലെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് വറുക്കണം. ഞാൻ 2-3 പീസ്, അത് എനിക്കുള്ള പങ്ക് ഞാൻ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇത് എല്ലാവർക്കും ഈ കരിവാടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് എനിക്കിഷ്ടം. അടിപൊളി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ പറയും. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്, ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും കേട്ടോ. ഇവിടെ മോനൂര് തൈര്, മെയിനായിട്ടും തൈരും അല്പം ഉപ്പും മാത്രം ഇട്ടിട്ടാണ്. ഇന്ന് പഴം കഞ്ഞിയാണ് കേട്ടോ. പഴിഞ്ഞി, നമ്മളങ്ങനെ പഴിഞ്ഞി എന്ന് പറയും കേട്ടോ. ആ സംഭവം ഭയങ്കര ടേസ്റ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസമേ നമ്മൾ ശനിയാഴ്ച ചോറ് വെച്ചപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇന്ന് നമ്മൾ പഴം കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമുക്കൊന്ന് തൈരൊക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ കുറച്ച് തൈരും, നമ്മൾ ഉടംകൊല്ലി മുളകുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പക്ഷേ ഉടംകൊല്ലി മുളകില്ല, ഇതിപ്പോൾ സാധാ മുളകില്ലേ. കാന്താരി മുളകാണെങ്കിലും ടേസ്റ്റാണ്. ഉടംകൊല്ലിയും കാന്താരിയും ഒന്നും കിട്ടില്ല ഗൈസ്. അപ്പോൾ ഇത് മാത്രം കിട്ടി. അപ്പോൾ നമ്മുടെ കരിവാട് ഭയങ്കര ടേസ്റ്റി. ട്രൈ ചെയ്ത് നോക്കൂ. ഉടംകൊല്ലി എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിരുന്നു. ഇത് കാണുമ്പോൾ എനിക്കിപ്പോഴും കൊതി വരുന്നു ഗൈസ്. മോനും ആണെങ്കിലുള്ള തൈര് ഫുള്ളും വേണം എന്ന് പറഞ്ഞ് എടുത്ത് ഒഴിച്ചിട്ട് ഒരല്പം കുടിച്ച് മീശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൻ പോയി കേട്ടോ. കുറച്ച് വെള്ളം കുടിച്ചു, അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. തൈരും ചൂടൊക്കെ അല്ലേ, നമ്മൾ ഇതൊക്കെ കഴിക്കണം, നല്ലതായിരിക്കും. എത്ര കഴിച്ചാലും വരാനുള്ളത് വരും. കുറച്ച് ദിവസം മുന്നേ എനിക്ക് ഭയങ്കര വയ്യായികയായിരുന്നു, കിടക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്.
വരാനുള്ള വഴി തങ്ങില്ല എന്ന് പറയില്ലേ, അതാണ് സംഭവിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ ക്ലീനിങ് ആണ്, എല്ലാവരും കഴിച്ചിട്ട് പോയി കേട്ടോ. പാത്രം കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും, എന്നാലും അത്രയും നമ്മൾ ചെയ്യുന്ന അത്രയും ആവത്തില്ലല്ലോ. പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടിയാണ്. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.